प्रेज लॉर्ड। और साइंटिफिक तरीके से हम जब बातों को सुनते हैं, हमें काफी बार घबराहट हो जाता है, लेकिन परमेश्वर सारे बातों को नियंत्रण करता है। इसके लिए परमेश्वर को धन्यवाद देता हूँ। സയൻസ് ശാസ്ത്രപരമായി ഒക്കെ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് ഹൃദയമിടിപ്പ് വർദ്ധിക്കാറുണ്ട്, അല്ലെങ്കിൽ വെപ്രാളം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. हालेलुया, परमेश्वर के नाम की महिमा होने पाए। ദൈവനാമം മഹത്വപ്പെടട്ടെ. हम कुछ समय के लिए परमेश्वर के वचन की और हमारे ध्यान हम लेकर आएंगे। നമ്മുടെ ശ്രദ്ധ അല്പസമയം വചനത്തിലേക്ക് കൊണ്ടുവരാം. भजन संहिता 107, भजन संहिता 107 और उसके पहले आयत की और हमारे ध्यान हम लेकर आएंगे। സങ്കീർത്തനം 107 ഒന്നാമത്തെ വാക്യം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. आमीन। परमेश्वर को धन्यवाद करें क्योंकि वो भला परमेश्वर है करके वहां पर कहा गया है। യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. और उसकी करुणा सदा की है करके परमेश्वर हमें भजन संहिता लिखने वाला वहां पर हमें स्मरण दिलाता है। അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നു. आमीन। काफी लंबा भजन संहिता है, लेकिन वो 4 भागों में उसे बांटा गया है। വലിയൊരു സങ്കീർത്തനമാണ്, അതിനെ 4ആയി വിഭാഗിച്ചിരിക്കുന്നു. आमीन। उसके 9 तक के आयतों में मरुभूमि में चलने फिरने वाले लोगों के बारे में वहां पर बताया गया है। അതിന്റെ 9 വരെയുള്ള വാക്യങ്ങളിൽ മരുഭൂമിയിൽ ഉഴന്നു നടന്ന ജനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. और उसके 10 से लेकर 16 तक के आयतों में अंधकार में ग्रसित होने वाले या फंसे हुए उस कारागृह के लोगों के बारे में, लाइक प्रिजनर इन द डार्कनेस, उस अंधकार में फंसे हुए उस बंदियों के समान वहां पर बताया गया है। 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവരെ പോലെ അന്ധകാരത്തിലായിരിക്കുന്ന ബന്ധിക്കപ്പെട്ട ജനങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. और उसके 17 से लेकर 22 तक के आयतों में पाप के द्वारा बीमार होने वाले लोगों के बारे में वहां पर बताया गया है। 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പാപം നിമിത്തം, അകൃത്യ നിമിത്തം, അവരുടെ ലംഘനങ്ങൾ നിമിത്തം രോഗികളായി ഭാരം അനുഭവിക്കുന്നവരെ നമ്മൾ കാണുന്നു. और उसके 23 से लेकर 32 तक के आयतों में उस आंधी तूफानों के बीच में उलझने वाले लोगों के बारे में बताया गया है। 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ പ്രതികൂല കാറ്റുകളിൽ ഉഴന്ന് പോകുന്ന, അലഞ്ഞു പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. हालेलुया। काफी गंभीर बातों को इस भजन संहिता में हम सीख सकते हैं। വലിയ ആഴമേറിയ കാര്യങ്ങളൊക്കെ ഈ വചനത്തിൽ നമ്മൾക്ക് കാണാം. लेकिन उसका शुरुआत हालेलुया हम जब पढ़ते हैं वहां पर ऐसा बताया गया, गिव थैंक्स टू द लॉर्ड फॉर ही इज गुड, वो परमेश्वर भला परमेश्वर है करके वहां पर बताया गया है। എന്നാൽ അതിന്റെ ആദ്യ ഭാഗത്ത് 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യഹോവ നല്ലവനല്ലോ, അതുകൊണ്ട് അവന് സ്തോത്രം ചെയ്യുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. परमेश्वर के समान भले परमेश्वर भला व्यक्ति और कोई नहीं हो सकता है। ദൈവത്തെ പോലെ നല്ലവനായി മറ്റാരുമില്ല. हालेलुया। हम लोगों को देखकर कहते हैं कि वो एक भला व्यक्ति है। നമ്മൾ ആളുകളെയൊക്കെ കണ്ട് പറയാറുണ്ട് അഭിപ്രായത്തിൽ, ഈ വ്യക്തി കൊള്ളാം, ही इज अ गुड पर्सन करके हम कहते हैं, ഇവൻ നല്ലവനാണെന്ന് പറയാറുണ്ട്. लेकिन कुछ समय के बाद में हम उसे उल्टा भी बोल देते हैं। എന്നാൽ അല്പകാലം കഴിയുമ്പോഴേ നമ്മൾ ആ വ്യക്തിയെ കുറിച്ച് തിരിച്ചു പറയേണ്ടതും വരും. मनुष्य के कुछ गुणों को देख के हम कहते हैं कि वो एक अच्छा व्यक्ति है, മനുഷ്യന്റെ ചില നല്ല ഗുണങ്ങൾ കണ്ടാണ് നമ്മൾ അവൻ നല്ലവൻ എന്ന് പറയുന്നത്. लेकिन उनका थोड़ा रवैया जब बदल जाता है तो हम खुद कहते हैं कि हालेलुया, वो पहले एक अच्छा व्यक्ति था लेकिन अभी उतना, ऐसा करके हम बोल देते हैं. എന്നാൽ അവന് ഭാവമാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ തന്നെ വാക്ക് മാറ്റി പറയും. നമ്മൾ പറയും പണ്ട് നല്ലവനായിരുന്നു, ഇപ്പൊ അവൻ അങ്ങ് മാറി. स्कूल में टीचर्स को पहले जब मिलते हैं वो टीचर बहुत अच्छा टीचर है करके कहते हैं. സ്കൂളിലെ അധ്യാപകരെ കാണുമ്പോൾ കുഞ്ഞുങ്ങള് പറയും ഈ ടീച്ചർ നല്ല ടീച്ചറാ. बाद में कहते हैं कि वो टीचर के समान गंदा टीचर या इतना स्ट्रिक्ट टीचर और कोई नहीं करके भी हम कहते हैं. കുറച്ച് കഴിയുമ്പോൾ അഭിപ്രായം മാറി പറയും ഇതിനെ പോലെ കൊള്ളാത്ത വേറെ ഒന്നോ ഇല്ല, ഈ ടീച്ചർ ഒട്ടും കൊള്ളത്തില്ല. हालेलुया। चर्च में भी जब पास्टर आता है तो कहता है कि पास्टर आपके समान इतना अच्छा पास्टर और कोई नहीं है करके कहते हैं. സഭയിലും അത് തന്നെയാണ്. ആദ്യമായിട്ട് വരുമ്പോൾ പാസ്റ്ററോട് പറയും പാസ്റ്റർ എത്ര നല്ല പാസ്റ്റർ ആണെന്ന് പറയും. कुछ समय के बाद में हम खुद कहना शुरू करते हैं, अरे पास्टर अन्न नल्लदायिरुन्नु, तब अच्छा था लेकिन अभी उतना
नहीं करके हम बोलते हैं। അത് കഴിഞ്ഞ് നമ്മൾ തന്നെ പറയും, ആ വന്നപ്പം കൊള്ളാമായിരുന്നു, ഇപ്പൊ അങ്ങ് മാറിപ്പോയി, കൊള്ളാത്ത ഒരു സ്വഭാവമാണെന്ന് പറയും. आमीन। पास्टर्स विश्वासी लोगों के बारे में भी ऐसा कहते हैं। പാസ്റ്റർ പിന്നെ വിശ്വാസിയെ കുറിച്ചും ഇങ്ങനെ തന്നെ പറയും. मनुष्य होने के कारण आमीन भला बुरा दोनों आमीन क्वालिटियां लोग बोलना शुरू करते हैं। മനുഷ്യരെ കുറിച്ച് ആളുകൾ നല്ലതും പറയും, ആമേൻ, അവര് നല്ലതല്ല എന്നും രണ്ടു കാര്യങ്ങളും പറയും. लेकिन मेरा परमेश्वर का एक खासियत है, हालेलुया, शुरू से लेकर अंत तक वो भला परमेश्वर ही है। എന്നാൽ നമ്മുടെ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അവൻ ആദ്യം മുതൽ അന്ത്യം വരെയും അവൻ നല്ലവനാണ്. He is a good God, वो एक भला परमेश्वर है करके हम परमेश्वर के वचनों में सीखते हैं। ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുന്നത് അവൻ നല്ല ദൈവമാണ്. हालेलुया। भजन संहिता 34 के 8 में टेस्ट एंड सी दैट द लॉर्ड इज गुड, हमें उसे चख कर देखो वो भला परमेश्वर है करके परमेश्वर का वचन हमें सिखाता है। സങ്കീർത്തനം 34:5 നമ്മൾ വായിക്കുന്നു, അവനെ യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവീൻ. आमीन। प्रेज़ लॉर्ड। उसे आमीन, प्रेज़ लॉर्ड, आमीन, चख कर देखने के लिए कहा गया है। 34:8 യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവീൻ എന്ന് പറഞ്ഞു. आमीन। नहूम के पुस्तक उसके पहले अध्याय के 7वीं आयत में यहोवा अच्छा परमेश्वर, भला परमेश्वर है और हमारे संकट के समय में ही इज माय स्ट्रॉन्ग होल्ड, वो मैं आश्रय करने वाला एक शरण स्थान बन जाता है। നഹൂം 1:7 അവൻ നമ്മൾ ഇങ്ങനെ കാണുന്നു, ദൈവം നല്ലവനാണ്, കഷ്ട ദിവസത്തിൽ അവൻ ഏറ്റവും അടുത്ത അവൻ ശരണസ്ഥാനമാണെന്ന് പറഞ്ഞിരിക്കുന്നു. യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു എന്ന് അവൻ അവിടെ നമ്മൾ വായിക്കുന്നു. वो भला परमेश्वर है और मेरे कष्टों के समयों में मेरे लिए वो आमीन उत्तम सहाय बन जाता है। യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു. हालेलुया। परमेश्वर के समान एक भला व्यक्ति या परमेश्वर और कोई नहीं हो सकता है। അവനെ പോലെ നല്ല മറ്റൊരു ദൈവമില്ല. वो परिस्थितियों के अनुसार बदलने वाला परमेश्वर नहीं है। സാഹചര്യം അനുസരിച്ച് മാറ്റം വരുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. हालेलुया। आज अच्छा है कल बुरा है नहीं हो सकता है। ഇന്ന് നല്ലവനും നാളെ കൊള്ളാത്തവനുമല്ല നമ്മുടെ ദൈവം. वो कल आज और आने वाले कल युगानुयुग तक ही इज एन अनचेंजिंग गॉड, वो कभी ना बदलने वाला परमेश्वर है। അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ഒരു മാറ്റവും വരാത്ത ദൈവമാണ്. हालेलुया। हमारे परिस्थितियां बदल सकता है लेकिन मेरा परमेश्वर कभी नहीं बदल सकता है। നമ്മുടെ സാഹചര്യങ്ങൾ മാറും, പക്ഷെ ദൈവത്തിന് മാറ്റമില്ല. हमारा स्वभाव बदल सकता है लेकिन हमारा परमेश्वर कभी नहीं बदल सकता है। നമ്മുടെ സ്വഭാവങ്ങളൊക്കെ മാറുന്നവരാണ് നമ്മൾ, പക്ഷെ ദൈവത്തിന് അങ്ങനെ ഒരു മാറ്റമില്ല. जब हम गरीबी या नहीं तो हमारे हाथ में जब कुछ नहीं है तब हम बोलते हैं कि यदि परमेश्वर मेरे हाथों में अनुग्रह देता तो मैं परमेश्वर के लिए फलाना फलाना कार्य कर लेते थे करके हम कहते हैं। കയ്യിൽ കാശില്ലാത്ത സമയത്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ നീ എനിക്ക് കുറച്ച് പൈസയൊക്കെ തന്നാൽ ഞാൻ നിനക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്യാം. जैसे ही मिल जाता है तो हमारा रवैया बदल जाता है। എന്നാൽ കയ്യിൽ കാശ് വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവം आमीन। बोला हुआ बात भी फिर हमें याद नहीं रहता നമ്മൾ है। പറഞ്ഞതൊന്നും പിന്നെ ഓർമ്മ കാണും. आमीन। मनुष्य बदलते रहता है लेकिन परमेश्वर कभी नहीं बदलता है। മനുഷ്യന് ഭയങ്കരമായ മാറ്റമുണ്ടാകും, പക്ഷെ ദൈവം മാറത്തില്ല. आमीन। आमीन। उसी अध्याय के 4 आयत को भी हम देखेंगे। അതേ അധ്യായത്തിന്റെ 4-ാം വാക്യം, അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു, പാർപ്പാൻ ഒരു പട്ടണം അവർ കണ്ടെത്തിയില്ല. हालेलुया। वो मरुभूमि में हालेलुया प्रेज लॉर्ड आमीन 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 कहां पर जाना है करके नहीं जान रहे हैं, वे भटकते हुए चलते रहा करके हम देखते हैं। മരുഭൂമിയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ ഉഴന്നു നടന്നു. मरुभूमि वास्तव में आमीन दिशा हम काफी बार हम समझ नहीं पाते हैं। മരുഭൂമിയിൽ വാസ്തവത്തിൽ വഴിയും ദിശയും മനസ്സിലാകത്തില്ല. हमें चारों दिशा की ओर हम देखेंगे तो एक समान ही रहता है। 4 തരത്തോട് നോക്കിയാലും ഒരുപോലെ ഇരിക്കും. आमीन। कठिनाइयों से भरा हुआ या आमीन प्रेज लॉर्ड संघर्षों से भरा हुआ एक यात्रा है मरुभूमि का यात्रा। പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു യാത്രയാണ് മരുഭൂമി യാത്ര. आमीन प्रेज लॉर्ड। और चलना उतना आसान नहीं है। एक अच्छा सड़क में चलने से भी बहुत कठिन है मरुभूमि के रेत में चलना। സാധാരണ ഒരു നല്ല ഭൂമിയിൽ നടക്കുന്നതിനേക്കാൾ പ്രയാസകരമാണ് മരുഭൂമി
ഭൂമിയിലെ മണലാരണ്യത്തിൽ हम നടക്കുന്നത്. जितना एफर्ट एक अच्छा रास्ता में चलने के लिए डालते हैं, उसका 4 गुना एफर्ट मरुभूमि के रेत में चलने के लिए हम डालना पड़ता है. ഒരു സാധാരണ നിലത്തുകൂടെ നടക്കുന്നതിനേക്കാളും വളരെയധികം എഫേർട്ട് എടുക്കണം ഒരു മരുഭൂമിയിൽ നടക്കുവാൻ. हालेलुया. लेकिन उसी मरुभूमि में परमेश्वर ने अपने लोगों के लिए इंतजाम किया करके भी हम परमेश्वर के वचनों में पढ़ते हैं. അതേ മരുഭൂമിയിൽ ജനത്തിന് ദൈവം കരുതി എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. लेकिन यहाँ पर उस चौथे आयत में हमने देखा कि वे मरुभूमि में हम यहाँ वहां भटकते रहा, लेकिन एक अच्छा शहर के लिए वे कोशिश किया ताकि वे सेटल हो जाए, लेकिन उनके लिए वहां पर उस मरुभूमि में एक अच्छा शहर उन्हें मिल नहीं पाया. അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. പാർപ്പാൻ ഒരു പട്ടണം അവർ കണ്ടെത്തിയില്ല. हालेलुया. रहने के लिए एक शहर के लिए मरुभूमि में ढूंढ रहा है, लेकिन प्रेज लॉर्ड हालेलुया, वहां पर उस मरुभूमि में रहने के लिए परमेश्वर ने उन्हें नहीं बुलाया है. അവിടെ ആ മരുഭൂമിയിൽ പാർക്കാൻ ഒരു പട്ടണം അവർ അന്വേഷിച്ചു, പക്ഷേ അവർക്ക് ലഭിച്ചില്ല. हम जहां भी जाते हैं, हम एक अच्छा जगह ढूंढने का कोशिश करते हैं ताकि हम सुरक्षित तौर से रह पाए. നമ്മൾ എവിടെ പോയാലും സുരക്ഷിതരായി പാർക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കും. और दूसरा हम देखते हैं कि हमें नजदीकी में मार्केट है या स्कूल है या एटीएम है, हम ढूंढते रहते हैं. നമ്മൾ പിന്നീട് അന്വേഷിക്കും, അവിടെ മാർക്കറ്റ് ഉണ്ടോ, സ്കൂൾ ഉണ്ടോ, കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കും. हम सारे परिस्थितियों को देखकर हम एक जगह पर बसने के लिए कोशिश करते हैं. എല്ലാം അനുകൂലമായ ഒരു സ്ഥലത്താണ് നമ്മൾ പാർക്കാൻ आग्रहिക്കുന്നത്. यहाँ पर लिखा गया है कि ये लोग मरुभूमि में एक शहर ढूंढ रहा है, एक सिटी को जहाँ पर सेटल होने के लिए वे देखते हुए कोशिश कर रहे हैं. ഇവിടെ നമ്മൾ അവരെ കുറിച്ച് വായിക്കുകയാണ്, ഒരു മരുഭൂമിയിൽ പാർക്കാൻ തക്കവണ്ണം ഒരു പട്ടണം അന്വേഷിച്ചു. लेकिन वहां पर कहीं पर भी उन्हें नहीं मिल रहा है. അവർക്കത് കിട്ടിയില്ല. उसके 7वें आयत हम देखेंगे. എന്നാൽ 7ാമത്തെ വാക്യം, അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. हालेलुया. प्रेज लॉर्ड. रहने के हिसाब से एक अच्छा शहर के लिए वे पहुंचने के लिए परमेश्वर उन्हें उस अच्छा जगह की ओर ले चल रहा है. അവര് പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. A suitable city to dwell in. हालेलुया. एक अच्छा शहर की ओर परमेश्वर उन्हें लेकर चलने के लिए तैयार हो रहा है. ഒരു നല്ല പട്ടണത്തിൽ ദൈവം അവരെ എത്തിച്ചു. वो कौन लेकर चल रहा है? ആരാ കൊണ്ടുപോയത്? परमेश्वर उन्हें लेकर चल रहा है. ദൈവം അവരെ എത്തിച്ചു. हालेलुया. प्रेज लॉर्ड. हालेलुया. हम जब हमारे नजरों में अच्छे अच्छे बातों को ढूंढकर हम कहीं सेटल हो जाते हैं, लेकिन परमेश्वर का इरादा के अनुसार है या नहीं, हम काफी बार पूछने के लिए नहीं हो पाते हैं. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പലതും അന്വേഷിച്ച് കണ്ടുപിടിച്ച് അങ്ങ് സെറ്റിൽ ആകുമ്പോൾ അത് ദൈവത്തിന്റെ ഹിതമാണോ എന്ന് നമ്മൾ ചോദിക്കാറില്ല. अब्राहम और लोत हालेलुया प्रेज लॉर्ड वहां से डिवाइड होने जा रहा है, और अब्राहम लोत से कहता है कि तू ढूंढ ले, तेरा पसंद के अनुसार एक जगह को तू तय कर ले. അബ്രഹാമും ലോത്തുമായി അവൻ യാത്ര ചെയ്തു വരുമ്പോൾ അബ്രഹാം ലോത്തിനോട് പറയുകയാണ്, നമ്മൾക്ക് പിരിയാം, അങ്ങനെ നിനക്ക് നോക്ക്, നീ ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തോളാൻ ലോത്തിനോട് പറഞ്ഞു. वो हरियाली ढूंढते हुए वो कहता है कि मैं फलाने जगह की ओर जा रहा हूँ. നല്ല പച്ചപ്പ് കണ്ട് ലോത്ത് വിചാരിച്ചു ഈ ദേശത്തോട്ട് പോകും. लेकिन हर एक हरियाली हमारे लिए अच्छा नहीं होता है. എന്നാൽ എല്ലാ പച്ചപ്പും നമുക്ക് നല്ലതായിരിക്കത്തില്ല. हालेलुया. उनके भेड़ बकरियों को चलाने के लिए वो हरियाली अच्छा है, അവന്റെ ആടുമേടുകൾക്ക് വേണ്ടി ആ പച്ചപ്പുള്ള ദേശം നല്ലതായിരുന്നു. लेकिन उनके बच्चों का पालन करने के लिए वो एक अच्छा शहर नहीं है. എന്നാൽ മക്കളെ വളർത്താൻ ആ ദേശം കൊള്ളത്തില്ലായിരുന്നു. हालेलुया. प्रेज लॉर्ड. भेड़ बकरियों को चलाने के लिए शायद वो एक अच्छा जगह होगा, ആടുകളെ വളർത്താൻ പറ്റിയ പട്ടണവും പച്ചപ്പുമാ. लेकिन अपने बच्चों का पालन पोषण करने के लिए वो एक अच्छा जगह बिल्कुल नहीं है. എന്നാൽ സ്വന്തം മക്കളെ വളർത്തുവാൻ നല്ല പട്ടണമല്ലായിരുന്നു. हालेलुया. और प्रेज लॉर्ड लोत के बारे में हम देखते हैं कि उनका घर इतना मजबूत था कि वहां के लोग पूरा आकर धक्का देने का कोशिश किया, फिर भी वहां का दरवाजा वे तोड़ नहीं पाए. ലോത്തിന്റെ ഭവനത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആ ദേശത്തിലുള്ള ആളുകൾ വന്ന്
അതിന്റെ വാതില് ആമേൻ പൊളിക്കുവാൻ നോക്കിയിട്ട് അവരെ കൊണ്ട് കഴിഞ്ഞില്ല. हमें सोचकर देखिएगा, वो जानता है कि उनका बच्चों का सुरक्षा होना है तो एक अच्छा दरवाजा होना जरूरी है. ആ കുഞ്ഞുങ്ങളുടെ നല്ലൊരു സുരക്ഷിതത്വത്തിന് വേണ്ടി ഏറ്റവും നല്ല ശക്തിയുള്ള ഒരു വാതിലാണ് പണിതിരിക്കുന്നത്. Praise the Lord, hallelujah. सब कुछ है, लेकिन praise the Lord, परमेश्वर का इरादा के उल्टा वे अपने जिंदगी को वहां पर बिताना पड़ रहा है. ഒരു തരത്തിലെല്ലാം അവന്റെ കയ്യിൽ ഉണ്ട്, പക്ഷെ ദൈവ പദ്ധതിക്ക് വിരോധമായി നടക്കുന്നവൻ. हर एक हरियाली हमारे लिए हरियाली नहीं है. എല്ലാ പച്ചപ്പും നമുക്ക് നല്ലതായിരിക്കണമെന്നില്ല. Praise the Lord. लेकिन अब्राहम को देखो, वो छोटा छोटा टेंट में वो रहने का कोशिश कर रहा എന്നാൽ है. അബ്രഹാമിനെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ കൂടാരം അടിച്ച് അബ്രഹാം പാർക്കുകയാണ്. परमेश्वर कहेगा कि कल फलाना जगह में जाओ, यहाँ से वो टेंट निकालेगा, दूसरा जगह पे जाके वो टेंट मार के वहां पर रहना शुरू करेगा. ദൈവം പറയുകയാണ്, ഇന്ന ദേശത്ത് നീ കൂടാരം അടിക്കണമെന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടുന്ന് അഴിച്ചാൽ നാളെ അവിടെ പോയി അടിച്ച് താമസിക്കും. I mean, उनका दरवाजा उतना मजबूत नहीं, लेकिन परमेश्वर उनके लिए दरवाजा बन जाता है. അവന്റെ കൂടാരത്തിന്റെ വാതിലിന് വലിയ ബലമൊന്നുമില്ല, പക്ഷെ ദൈവം തന്നെയാണ് അവന്റെ സംരക്ഷണം. लेकिन लोत अपना प्रयास कर रहा है, हालेलुया, अपने आप के लिए सुरक्षित रखने के लिए. എന്നാൽ ലോത്ത് ശ്രമിക്കുന്നത് തന്നെത്താനെ സുരക്ഷിതനാക്കുവാനുള്ള കഠിന ശ്രമമാണ്. हालेलुया. और देश को नाश करने के लिए परमेश्वर जब इरादा बनाता है, परमेश्वर केवल लोत और परिवार को छुड़ाकर पूरा सोदोम गोमोरा को नाश की ओर परमेश्वर दे देता है. എന്നാൽ ദൈവത്തിന്റെ ശിക്ഷാധി വന്നപ്പോൾ കേവലം ലോത്തിനെയും കുടുംബത്തെയും രക്ഷിച്ചിട്ട് ആ ദേശം മുഴുവനും നശിപ്പാനിടയായി. हालेलुया, प्रेज़ लॉर्ड. एक सिटी में बसने के लिए उन्होंने कोशिश किया, लेकिन सच में वो एक बसने का लायक एक सिटी नहीं रहा है. അവരൊരു പാർപ്പാൻ തക്ക പട്ടണം അന്വേഷിച്ച് അവിടെ പാർത്തു, പക്ഷേ അത് പാർപ്പാൻ കൊള്ളാത്തത് പട്ടണമായിരുന്നു. I mean, लेकिन यदि परमेश्वर सेटल कर रहा है तो वो सिटी हमारे लिए एक अनुग्रह का कारण बन जाता है. ദൈവമാണ് നമ്മളെ ഒരു ദേശത്ത് പാർക്കാൻ ആക്കുന്നതെങ്കിൽ ആ പട്ടണം നമ്മൾക്ക് അനുഗ്രഹമായി തീരും. I mean, प्रेज़ लॉर्ड, उड़ाव पुत्र के बारे में हम जानते हैं. മുടിയൻ പുത്രന്റെ സംഭവം നമ്മൾക്കറിയാം. वो अपने घर में सुरक्षित था. അവനവന്റെ ഭവനത്തിൽ നല്ല I mean, സുരക്ഷിതത്വത്തിലായിരുന്നു. सोचकर देखिएगा, उनका पिताजी उनका घर का बहुत ही स्ट्रिक्ट एक पप्पा रहा है. അവന്റെ പിതാവെന്ന് പറയുന്നത് വളരെ അച്ചടക്കത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു വ്യക്തിയാണ്. I mean, इतना स्ट्रिक्ट है कि ये छोटा बेटा समझता है कि मैं अब इस घर में रहेगा तो मैं प्रेज़ लॉर्ड घुटन से मैं मर जाऊंगा. ആ പിതാവ് വളരെയധികം കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തുന്നുണ്ട്. ചെറിയവൻ ചിന്തിക്കാൻ തുടങ്ങി, ഇനി ഇപ്പോ ഈ അപ്പന്റെ ശിക്ഷണത്തിൽ വളർന്നാൽ ഞാൻ ശ്വാസം മുട്ടിച്ചു. प्रेज़ लॉर्ड, ये पप्पा स्ट्रिक्ट है करके हम इसके लिए जानते हैं क्योंकि पहला बेटा कहता है कि मैंने इतना कुछ आपके लिए किया, लेकिन मेरे मित्रों के साथ एक पार्टी मनाने के लिए आपने एक मेमना तक मेरे लिए नहीं दिया. ഈ അപ്പൻ എത്ര ശിക്ഷണമുണ്ട്, സ്ട്രിക്റ്റ് ആണെന്നുള്ളത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അവൻ മൂത്ത മകൻ പറയുന്നുണ്ട്, എന്റെ കൂട്ടുകാരോടുകൂടെ സന്തോഷിക്കാൻ എനിക്ക് നീ ഇന്ന് വരെ ഒരു ആടിനെ പോലും തന്നില്ല. अरे, मित्रों के साथ खेलने के लिए पापा नहीं भेजता था. കുഞ്ഞുങ്ങളുടെ കൂടെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ അപ്പൻ വിടത്തില്ല. प्रेज़ लॉर्ड, वहां पर मनाने के लिए, ट्रीट के लिए भी पिता कुछ भी अनुमति नहीं देता था. അവിടെ ആഘോഷത്തിനും ഉത്സവത്തിനും ഒന്നും അപ്പന്റെ സമ്മതമില്ലായിരുന്നു. इतना स्ट्रिक्ट घर से छोटा बेटा प्रेज़ लॉर्ड भागने के लिए कोशिश कर रहा है. അത്ര വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഭവനത്തിൽ നിന്ന് ഇളയവൻ ഓടിപ്പോകാൻ वो തീരുമാനിച്ചു. कहता है कि पैसा मिला तो मैं अपने आप एक सिटी में जाकर मैं बस जाऊंगा, हालेलुया करके वो अपने पिता से जबरदस्ती करने का कोशिश कर रहा है. അവൻ തന്റെ പിതാവിനോട് നിർബന്ധിച്ച് പറഞ്ഞു, എനിക്ക് പണം താ, ഞാൻ പോയി എനിക്ക് പണമുള്ളത് കൊണ്ട് ഇഷ്ടമുള്ള ഒരു സിറ്റിയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കും. इतना स्ट्रिक्ट पिताजी से बेटा यदि मांगना है तो बेटा पिताजी से भी बहुत ही खड़ूस है. ആ പിതാവിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചോദിച്ചു വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ പിതാവിനെക്കാളും വളരെ കാഠിന ഹൃദയനാണ് ഈ കൊച്ചുമകൻ. हालेलुया, इतना जबरदस्ती किया होगा, इसके लिए तो पापा ने बोला कि चलो तेरा जो है तू लेके चले जा, क्योंकि पिता मरने के समान वो बेटा पिता को मान रहा है. ആ പിതാവിനോട് ഇത്ര വളരെയധികമായി കഠിനമായി അപേക്ഷിച്ചത് കൊണ്ടാണ് അവൻ ആ മകൻ ഇനി തന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ചിന്തിക്കത്തക്കവണ്ണം അവനെ വീട്ടിൽ നിന്ന് വിടുന്നത്. हालेलुया, सोचकर देखिएगा, एक पिता के घर में जब हम हैं, हम सुरक्षित है, लेकिन बेटा सोच रहा है कि पिता से यदि मैं भाग जाऊं तो वहां पर
पैसा से मैं एक सिटी में जाकर मैं सेटल हो सकूंगा करके बोलकर ये जा रहा है। ആ അപ്പന്റെ ഭവനത്തിൽ അല്പം അവൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇളയവൻ ചിന്തിക്കുകയാണ്, ഇവിടെ കൊള്ളത്തില്ല, അവൻ അപ്പന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചു കൊണ്ടുപോയി എനിക്ക് ഇഷ്ടമുള്ള ഒരു പട്ടണം അന്വേഷിച്ച് അവിടെ ഞാൻ അടിച്ചു പൊളിച്ച് പാർക്കും. सिटी में बसने के लिए गया तो था, लेकिन पैसा जैसे खत्म हो गया, हालेलुया, उनका सेटलमेंट, हालेलुया, प्रेज़ द लॉर्ड, सुअरों के बीच में उसका हो गया. അവന് പറ്റിയ ഒരു പട്ടണമൊക്കെ അവൻ കണ്ടുപിടിച്ചു, അവിടെ താമസമൊക്കെ തുടങ്ങി. പക്ഷെ താമസിച്ച് കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് തിരിച്ചറിവ് വന്നത്, പന്നികളുടെ ഇടയിലാണ് പാർപ്പൻ. हालेलुया, पिता के घर से भाग जाएगा तो सुअर के बीच में जाके फंस जाएगा. അപ്പന്റെ ഭവനം വിട്ടു പോകുന്നവന് പന്നിക്കൂട്ടത്തിൽ താമസം ലഭിക്കും. जब तक पिता के घर में है तब तक आप सुरक्षित हैं. എന്നുവരെ അപ്പന്റെ ഭവനത്തിലുണ്ടോ അന്ന് വരെ സംരക്ഷണം. तब उसे याद आ रहा है, मेरे पिता के घर के नौकर भी बहुत अच्छा खाना खाकर अच्छा जिंदगी बिता रहा है. അന്ന് അവനൊരു തിരിച്ചറിവ് വന്നു, എന്റെ അപ്പന്റെ ഭവനത്തിലെ വേലക്കാര് പോലും എന്നേക്കാൾ നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു. स्वर्गीय परमेश्वर के साथ, उस पिता के साथ यदि हम रहने के लिए तैयार है, हम सुरक्षित है. लेकिन स्वर्गीय परमेश्वर को छोड़कर यदि हम जाने का कोशिश कर रहे हैं, शायद सुअरों के बीच में जाकर पड़ जाएंगे. സ്വർഗീയ അപ്പന്റെ ഇഷ്ടപ്രകാരം അവന്റെ ഭവനത്തിൽ നമ്മൾ താമസിക്കുന്നുവെങ്കിൽ അവന്റെ സംരക്ഷണത്തിൽ നമ്മൾ ആയിരിക്കും. അല്ല, അവനെ വിട്ടുപോകുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിൽ കിടക്കുന്നത് പോലെയുള്ള അനുഭവം നമുക്കുണ്ടാകും. शायद हमें ऐसा लगता होगा कि पिता के घर में मैं रहूंगा तो मुझे फ्रीडम नहीं मिलेगा, मेरा जिंदगी यहाँ पर सेटल नहीं होगा. कोई बात नहीं, हालेलुया, पिता आपके भलाई के लिए कार्यों को कर रहा है. ഒരുപക്ഷെ അപ്പന്റെ ഭവനത്തിൽ താമസിക്കുമ്പോൾ നമ്മൾക്ക് തോന്നുമായിരിക്കും ഇവിടെ ഭയങ്കര ശിക്ഷണമാണ്, അച്ചടക്കമാണ്, വളരെ ആഘോഷത്തിനുള്ള ഒരു സാഹചര്യങ്ങളും പിതാവ് സമ്മതിക്കുന്നില്ല എന്ന്. പക്ഷെ അതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് പിതാവ് ചെയ്യുന്നത്. मत्ती के सुसमाचार उसके 11वें अध्याय उसके 28 और 29 आयतों को हम जल्दी से देखेंगे. मत्ती के सुसमाचार उसके 11वें अध्याय उसके 28 और 29. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-29 വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. हालेलुया, जो बोझ से दबे हुए हैं मेरे पास आओ, मैं तुम्हें सांत्वना दूंगा. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ परमेश्वर ആശ്വസിപ്പിക്കാം. कहता है कि आज भी यदि कोई बोझ से दबे हुए हैं तो परमेश्वर के पास दौड़कर यदि हम जाने के लिए तैयार है, हम एक सुरक्षित स्थान, एक सांत्वना मिलने वाला जगह केवल परमेश्वर को उपस्थिति है. ഇന്നും ദൈവം നമ്മളെ വിളിക്കുകയാണ്. ആരെങ്കിലും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി ആമേൻ ഇരിക്കുന്നുവെങ്കിൽ കർത്താവ് വിളിക്കുകയാണ്, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരിക, നിങ്ങൾക്ക് ആശ്വാസമുള്ള ഒരു പട്ടണത്തിൽ ഞാൻ നിങ്ങളെ പാർപ്പിക്കും. इस संसार में हम कितना भी पैसा खर्चा करके भी हम कहीं जाने का कोशिश करें, लेकिन वहां पर जो शांति नहीं मिल सकता है वो परमेश्वर की उपस्थिति में हमें मिलता है. നമ്മൾ എത്ര പൈസ മുടക്കി ഒരു ദേശത്ത് പോകാൻ നമ്മൾ പദ്ധതികൾ ഒരുക്കിയാലും ദൈവം സമാധാനം തന്നില്ല എങ്കിൽ ആ ദേശത്ത് ആശ്വാസത്തോടെ നമ്മൾക്ക് പാർക്കുവാൻ കഴിയുകയില്ല. इसके लिए हम कहां पर सेटल होना है वो हर एक समय परमेश्वर से पूछना बहुत जरूरी है. അതുകൊണ്ട് ദൈവത്തോട് ചോദിക്കണം, നമ്മൾ ഏത് പട്ടണത്തിൽ പാർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. 7वें आयत में हमने देखा कि परमेश्वर से जब आलोचना मांगा तब परमेश्वर ने उन्हें अगुवाई देकर एक अच्छा शहर में परमेश्वर ने सेटल कर रहा है. 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. हालेलुया, परमेश्वर में सही दिशा दिखाता है, सही मार्ग में हमें ले चलने वाला परमेश्वर है. ദൈവം നമ്മെ ശരിയായ വഴി കാണിച്ച് നമ്മളെ തക്ക പട്ടണത്തിൽ എത്തിക്കുന്ന ദൈവം. परमेश्वर की योजनाएं हम हर एक समय समझना बहुत जरूरी है. ദൈവ പദ്ധതിയെ നമ്മൾ അറിയണം. उत्पत्ति की किताब उसके 50वें अध्याय उसके 26 आयत में यूसुफ नाम का एक व्यक्ति के बारे में हम देखते हैं. ഉൽപ്പത്തി പുസ്തകം 50-26 യോസെഫിനെ നമ്മൾ കാണുന്നു. हालेलुया, वहां पर हम जब पढ़ते हैं पढ़ेंगे उसके 50वें अध्याय उसके 26 आयत को हम एक बार देखेंगे. യോസെഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. यूसुफ का
मृत्यु 110 साल की उम्र में उसका मृत्यु हो रहा है। യോസഫ് 110 വയസ്സിൽ മരിച്ചു. लेकिन सच में यदि देखें तो यूसुफ 110 साल की उम्र में मरने वाला व्यक्ति नहीं है, എന്നാൽ വാസ്തവത്തിൽ 110 വയസ്സിൽ മരിക്കേണ്ടവനല്ല യോസഫ്. क्योंकि उनका प्रेज़ लॉर्ड ग्रैंडफादर अब्राहम के बारे में हम जब देखते हैं वहां पर उल्पत्ति किताब उसके 25 अध्याय में हम देखते हैं अब्राहम का मृत्यु 175 इयर्स में उनका मृत्यु हो रहा है। ഉൽപ്പത്തി 25:7 നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രഹാം മരിച്ചത് 175 വയസ്സുള്ളവനായാണ്. हालेलुया, प्रेज़ लॉर्ड, 175 इयर्स ओल्ड में अब्राहम का मृत्यु हो रहा है। 175 വയസ്സിലാണ് അവന്റെ വല്യപ്പച്ചനായ അബ്രഹാം മരിച്ചത്. और फिर उल्पत्ति किताब उसके 35 अध्याय के 28 में हम देखते हैं इसहाक का मृत्यु 180 इयर्स ओल्ड में 180 साल की उम्र में उनका मृत्यु हो रहा है। ഉൽപ്പത്തി 35:28 നമ്മൾ കാണുന്നു ഇസഹാക്ക് മരിച്ചത് 180 വയസ്സിലാണ്. और उल्पत्ति किताब उसके 47 अध्याय के 28 में हम देखते हैं याकूब का मृत्यु 147 हालेलुया के इयर्स में उनका मृत्यु हो रहा है। ഉൽപ്പത്തി 47:28 പറയുന്നു യാക്കോബ് 147 വയസ്സുള്ളവനായി മരിച്ചു. हालेलुया, सबके आयु बहुत अच्छा था, लेकिन प्रेज़ लॉर्ड यूसुफ के बारे में यदि हम देखेंगे एंड अर्ली डेथ यूसुफ के बारे में हम पढ़ रहे हैं। അവന്റെ പിതാക്കന്മാരുടെ എല്ലാം ആയുസ് നല്ല ദീർഘമായ ആയുസ്സായിരുന്നു, പക്ഷെ ജോസഫിന്റെ ആയുസ് കുറഞ്ഞുപോയി. क्यों ऐसा हुआ है? क्या कभी आपने सोचा है? എന്തുകൊണ്ടായിരിക്കും അവൻ പെട്ടെന്ന് മരിച്ചതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? परमेश्वर ने यूसुफ को मिस्रैम में भेजा ദൈവം യോസഫിനെ മിസ്രയീമിൽ അയച്ചു. और वहां पर एक अकाल आ रहा है करके उनके द्वारा प्रेज़ लॉर्ड उस राज्य में भविष्यवाणी हो रहा है। അവൻ മുഖാന്തരം ദേശത്ത് ഒരു പ്രവചനം ഉണ്ടാകുകയാണ്, ഇനി അവൻ ദേശത്ത് ക്ഷാമം ഉണ്ടാകും. 7 साल का बहुत बड़ा एक अकाल होने वाला है। 7 വർഷത്തെ കഠിന ക്ഷാമം. तो उससे पहले ही 7 साल में उन्होंने पूरा इंतजाम कर दिया अगले 7 साल कैसा सरवाइव करना है। അതിനു മുമ്പുള്ള 7 വർഷം അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവർ സൂക്ഷിച്ചു വെപ്പാൻ ഇടയായി. और फिर जब अकाल शुरू हुआ 2 साल के बाद में याकूब अपने बच्चों को बुलाकर कहता है कि हमारे पास अब फसल सब खत्म हो गया है, अब मिस्रैम की ओर जाओ और वहां से हमारे लिए भोजन के लिए कार्यों को इंतजाम करने के लिए कहता है। ക്ഷാമത്തിന്റെ 7 വർഷം ആരംഭിച്ചു. അതിന്റെ 2ാം വർഷമാണ് അവരുടെ പിതാവ് പറയുന്നത് മിസ്രയീമിൽ ഭോജനമുണ്ട്, അവിടെ ധാന്യമുണ്ട്, നമുക്ക് അവിടെ പോയി ധാന്യം കൈക്കൊള്ളാം. सोच कर देखिएगा 2 साल के बाद में उन्हें वहां पर भेज रहा है। 2 വർഷത്തിന് ശേഷമാണ് അവര് പോകുന്നത്. और प्रेज़ लॉर्ड जैसे ही ये भाई लोग वहां पर जाते हैं, इनके साथ मुलाकात होते हैं, यूसुफ कहता है कि मैं यूसुफ हूँ, इसके लिए अब वापस जाने का जरूरत नहीं है, पापा मम्मी सबको बुला के इधर आ जाओ, हम इधर सेटल हो जाएंगे। അവിടെ യോസഫ് തന്നെ വെളിപ്പെടുത്തുകയാണ്, ഞാൻ യോസഫാണ്, നിങ്ങളുടെ സഹോദരനാണ്. ഈ ദേശത്ത് എല്ലാ നന്മകളും ഉണ്ട്, നീ പോയി അപ്പനെയും അമ്മയും സഹോദരങ്ങളെ എല്ലാം വിളിച്ചു കൊണ്ടുവാ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു പട്ടണം തരാം. उसके बीच का घटना सब हम जानते हैं, इसके लिए उस भाग की ओर मैं नहीं जा रहा हूं, लेकिन प्रेज़ लॉर्ड भाइयों से कहता है और प्रेज़ लॉर्ड अपने पिता को बुलाकर लाने के लिए एक रथ भी प्रेज़ लॉर्ड यूसुफ भेज रहा है और पूरे परिवार समेत वहां से कनान से यात्रा करते हुए मिस्रैम में वे आ रहे हैं. അവിടെ യോസഫ് തന്റെ പിതാവിനെ കൊണ്ടുവരുവാൻ സഹോദരങ്ങളെ അയക്കുന്നു, കൂട്ടത്തിൽ രാജരഥം അയക്കുന്നു. അവര് പോയി മുഴുവൻ കുടുംബ സമേതം മിസ്രയീമിലേക്ക് കനാനിൽ നിന്ന് മാറുവാനിടയായി. वास्तव में अकाल खत्म होने तक उन्हें वहां पर रहने का अनुमति परमेश्वर दे रहा है. ദൈവത്തിന്റെ അനുവാദം എന്ന് പറയുന്നത് മിസ്രയീമിൽ ക്ഷാമം മാറുന്നിടം വരെ മാത്രം താമസിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ്. 2 साल खत्म हो गया, अब 5 साल ही बचा है इस अकाल खत्म होने के लिए. 2 വർഷം കഴിഞ്ഞാണ് വരുന്നത്, ഇനി ഒരു 5 വർഷത്തെ ക്ഷാമമേ ഉള്ളൂ. ये 5 साल के बाद में सच में वे खुद कहना चाहिए था कि अब सब अकाल खत्म हो गया है, अब कनान में भी फसल उगना शुरू हो गया है. വാസ്തവത്തിൽ 2 വർഷം കഴിഞ്ഞ് 5 വർഷത്തെ ക്ഷാമം കഴിഞ്ഞപ്പോൾ ഇവർക്ക് തിരിച്ചറിവുണ്ടാകണമായിരുന്നു. ഇവര് തന്നെ പറയണമായിരുന്നു, ക്ഷാമം കഴിഞ്ഞല്ലോ, കനാലിലും വിളവുണ്ട്, നമുക്ക് മടങ്ങിപ്പോകാം. सच में मिस्रैम में ही 7 साल का अकाल नहीं था, पूरे राज्य में था, लेकिन जैसे ही 7 साल का अकाल खत्म हुआ तब मिस्रैम में और कनान में भी फसल एक ही समय हो रहा है. വാസ്തവത്തിൽ ദേശം മുഴുവനും കേവലം മിസ്രയീമിലല്ല, ലോകം മുഴുവൻ
മുഴുവനും ദേശം മുഴുവനും ക്ഷാമമായിരുന്നു. അങ്ങനെയെങ്കിൽ ക്ഷാമം മാറിയതും എല്ലായിടത്തും ഒരുപോലെ മാറുവാൻ ഇടയായി. I mean, छोटा भाई यहाँ का मंत्री है बोलकर कोई भी कनान की ओर जाने के लिए तैयार नहीं हो रहा है. മിസ്രയീമിൽ ഇളയ സഹോദരൻ മന്ത്രിയാണെന്ന് പറഞ്ഞ ഇവർക്ക് തിരിച്ചു പോകാൻ മനസ്സ് വന്നില്ല. और सोचकर देखिएगा 30 साल की उम्र में यूसुफ मंत्री बन रहा है. 30-ാമത്തെ വയസ്സിൽ യോസഫ് മന്ത്രിയായത്. उनका मृत्यु कब हो रहा है? അവന്റെ മരണം എപ്പോഴാ സംഭവിച്ചത്? 110 साल की उम्र में. 110-ാമത്തെ വയസ്സിൽ. I mean, प्रेस हम सब गिनती जानते हैं. 110 माइनस 30 कितना है? നമുക്ക് കണക്കറിയാം. 110 അതിൽ 30 കുറച്ചാൽ എത്രയാണ്? कितना है? എത്രയാണ്? 80 साल. 80 വർഷം. सोचकर देखिएगा 80 साल मिस्रैम का एक मंत्री बनकर परमेश्वर यूसुफ को वहां पर इस्तेमाल किया. 80 വർഷത്തോളം ഇസ്രായേലിലെ മന്ത്രിയായി യോസഫ് ഇരിക്കുകയാണ്. हालेलुया. सोचकर देखिएगा ये मंत्री यदि कहेंगे तो वहां पर कुछ भी हो सकता है. ആ മന്ത്രി പറഞ്ഞാൽ ആ ദേശത്ത് എന്തും സംഭവിക്കാം. हालेलुया. सोचकर देखिए अपना भाई, अपने पिता, सभी रिश्तेदारों के लिए शायद एक पूरा जगह, एक सिटी तक बनाकर दे दिया होगा. തന്റെ അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വേണ്ടി ഒരു പട്ടണം തന്നെ പണിത് നല്ല വൃത്തിയാക്കി കൊടുത്തു. भोपाल में सिटी के बीच में स्मार्ट सिटी करके एक जगह बनाकर रखा है. ഭോപ്പാലിന്റെ നടുക്ക് സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. लेकिन मुझे अभी तक समझ में नहीं आया उसमें स्मार्ट क्या हुआ है. എന്നാൽ ഇന്ന് വരെ മനസ്സിലാകാത്ത ഒരു കാര്യമാണ് അതിനകത്ത് സ്മാർട്ട് എന്താ ഉള്ളതെന്ന്. वहां पर कुछ भी बदलावट नहीं है लेकिन लिखा है स्मार्ट सिटी करके. അവിടെ ഒരു മാറ്റവുമില്ല, പക്ഷെ എഴുതി വെച്ചിട്ടുണ്ട്. लेकिन सोचकर देखिएगा I mean यूसुफ के भाई जहां पर रह रहे हैं वहां पर पूरा जगह शायद उन्होंने स्मार्ट सिटी बना दिया होगा. എന്നാൽ യോസഫ് തന്റെ സഹോദരനും പിതാക്കന്മാർക്കും വേണ്ടി അവൻ നല്ല ഒരു പട്ടണം ഒരുക്കി ദേശം അവർക്ക് കൊടുത്തു. और कोई भी वहां से जब चल के जाते हैं तो आपस में वे बातें करते हैं कि अरे उनसे मत उलझना, वो मंत्री का भाई है. ആ ദേശത്തൂടെ ആരെങ്കിലും പോകുമ്പോൾ ആളുകൾ നോക്കി പറയും ആ മന്ത്രിയുടെ വീട്ടുകാരെ അവരെ ഒന്നും ചെയ്യരുത്. हालेलुया. वहां से जब लोग जाते हैं अरे वो वीआईपी कॉलोनी है वहां पर मत जाओ, I mean उनसे छेड़ने मत जाओ बोलकर बड़े आदर उन्हें देता है. ആ ദേശക്കാരെല്ലാം പറയും ഇവര് വലിയ കുടുംബക്കാരാണ്, ഇവര് VIP ആയിട്ടുള്ള ആൾക്കാരാണ്, അവരോട് കളിക്കരുത്. हालेलुया. और 80 साल तक वो वीआईपी लोग बनकर वहां पर रहा. 80 വർഷം വലിയ പ്രാധാന്യമുള്ള ആളുകളായി VIP-കളായി അവിടെ താമസിച്ചു. सच में परमेश्वर ने 5 साल के लिए रहने के लिए उधर भेजा था. 5 വർഷത്തെ കാര്യമേ ഉള്ളായിരുന്നു. अकाल के बाद में वापस कनान में आना था. ക്ഷാമത്തിന് ശേഷം മടങ്ങി പോകണമായിരുന്നു. हालेलुया. लेकिन वे जब वहां पर सेटल होने का कोशिश किया, हालेलुया, प्रेज़ द लॉर्ड, वहां पर लिखा गया है I mean ऐसा एक व्यक्ति को परमेश्वर ने खड़ा किया जो यूसुफ के बारे में जानता तक नहीं है. അങ്ങനെ അവര് ആമേൻ പാർത്ത് ആ പട്ടണത്തിൽ പാർപ്പാൻ അവര് സെറ്റിൽ ആകാൻ ശ്രമിച്ചപ്പോഴാണ് യോസഫിനെ അറിയാത്ത ഒരുവനെ ദൈവം എഴുന്നേൽപ്പിച്ചത്. स्मार्ट सिटी में 80 साल तक आप रह सकते हैं, उसके बाद में 430 साल का गुलामी आने वाला है. സ്മാർട്ട് സിറ്റിയിൽ 80 വർഷം താമസിക്കാം, പക്ഷെ അതിനുശേഷം 430 വർഷത്തെ നീണ്ട അടിമത്തം. हालेलुया. जहां पर परमेश्वर आपको सेटल होने के लिए नहीं दिया है वहां पर सेटल नहीं होना है, बल्कि परमेश्वर आपको अगुवाई देकर आपको ले चलने वाला परमेश्वर है. वही बात हमने यहाँ पर पढ़ा है उस 7वें आयत में. हालेलुया. प्रेज़ द लॉर्ड. He led them by a straight way to a city where they could settle करके वहां पर बताया गया है. നമുക്ക് പാർപ്പാൻ ദൈവം അനുവദിക്കാത്ത പട്ടണത്തിൽ നമ്മൾ പാർക്കുവാൻ തക്കവണ്ണം ശ്രമിക്കരുത്. അത് തന്നെയാണ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത്. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിലേക്ക് ചെല്ലേണ്ടതിന് ദൈവം അവരെ നേരെയുള്ള പാതയിൽ നടത്തി. हम यहाँ पर केवल एक मुसाफिर है. हालेलुया. ये हमारे लिए शहर नहीं है, हमारे लिए एक शहर परमेश्वर वहां पर तैयार कर रहा ഇത് है. നമ്മുടെ ദേശമല്ല, ഇത് നമ്മുടെ നിത്യഭവനമല്ല, നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു നിത്യഭവനമുണ്ട്. हालेलुया. वहां के ओर जाने के लिए क्या हम तैयार है या यहाँ का सब कुछ देखकर इधर हम सेटल होने का कोशिश कर रहे हैं? അവിടേക്ക് പോകുവാൻ നമ്മൾക്ക് ഒരുക്കമാണോ? ആമേൻ. അതിനു വേണ്ടി നമ്മൾ ആമേൻ അവിടെ സെറ്റിൽ ആകുവാൻ നമ്മൾ ഒരുങ്ങുന്നുണ്ട്. काफी बार परमेश्वर में परिस्थितियों से लेकर चलता है हमारे, और परमेश्वर देखना चाहते हैं कि हमारा मन इस संसार में सेटल हो रहा है या परमेश्वर तैयार करने वाला उस घर के लिए हम तैयार हो रहे हैं. ദൈവം എപ്പോഴും നമ്മളെ നോക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ തന്നെ അങ്ങ് പാർക്കാനുള്ള മനസ്സുമായി ഇരിക്കുകയാണോ, അതോ ദൈവം ഒരുക്കുന്ന ആ പട്ടണത്തിലേക്ക് നമ്മുടെ മനസ്സിന് ഒരുക്കമുണ്ടോ? लोत वहां पर सेटल हो गया, इतना मजबूत
मजबूत दरवाजा उसने बना दिया, इतना मजबूत घर उसने बनाया, क्योंकि वो सोचा जिंदगी भर वो वहां पर रहने वाला है। ലോത്ത് തന്റെ പട്ടണത്തിൽ വലിയ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വീട് പണിത് ഉറപ്പുള്ള വാതിലും വെച്ച് അവൻ പാർത്തപ്പോൾ അവൻ ചിന്തിച്ചത് ഈ പട്ടണമാണ് അവൻ ഏറ്റവും നല്ല പട്ടണം എന്ന്. लेकिन अब्राहम के अंदर एक दर्शन रहा है, हालेलुया, मेरे लिए मेरा परमेश्वर एक शहर तैयार कर रहा है, इसके लिए मुझे यहाँ पर सेटल नहीं होना है, इसके लिए वो तंबुओं पर वो वास करने के लिए कोशिश कर रहा है। എന്നാൽ അബ്രഹാമിന് അവൻ മറ്റൊരു പട്ടണത്തെ കുറിച്ച് കാഴ്ചപ്പാടുണ്ടായിരുന്നത് കൊണ്ട് അവൻ കൂടാരം മാറ്റി മാറ്റി പാർത്ത് അവൻ യാത്ര ചെയ്തു. हमारे नजर कहाँ की ओर तैयार हो रहा है? നമ്മുടെ അവൻ ദൃഷ്ടി എങ്ങോട്ടാണ്? आज सुबह के वक्त और एक बार हमें संपूर्ण तौर से हम समर्पण करने पाए, हालेलुया, सुना हुआ उस वचनों के सामने हम और एक बार हम समर्पण करेंगे, हालेलुया। प्रेज़ द लॉर्ड, हमारे लिए एक शहर तैयार कर रहा है। क्या हम वहां की ओर जाने के लिए हम तैयार हो रहे हैं, या यहाँ के टेम्पररी बातों में हमारे मन को हम सेटल करने का कोशिश कर रहे हैं? परमेश्वर हमारे लिए एक भलाई, वो एक भला परमेश्वर है, इसके लिए हमारे लिए भलाई ही सोचने वाला परमेश्वर है। इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए, ऐसे अवसर और अनुमति दिए परमेश्वर की आदरणीय दासों को हृदय के गहराई से धन्यवाद देते हैं। परमेश्वर सबको अनुग्रह और आशीषों से भरने पाए। गॉड ब्लेस यू ऑल। हमें भी आपकी प्रार्थना में उठाए रखे। परमेश्वर सबको अनुग्रह से भरे। थैंक यू, गॉड ब्लेस।